വടക്കാഞ്ചേരി നഗരസഭയുടെ ബജറ്റ് വെറും കടലാസിൽ മാത്രമെന്നും കഴിഞ്ഞ 10 വർഷം കൊണ്ട് നഗരസഭയെ മൃടിപ്പിച്ചുവെന്നും ആരോപിച്ച് പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. വടക്കാഞ്ചേരി നഗരസഭയുടെ ബജറ്റ് വെറും കടലാസിൽ മാത്രമാണെന്നും കഴിഞ്ഞ 10 വർഷം കൊണ്ട് നഗരസഭയെ മുരടിപ്പിച്ചുവെന്നും പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പ്രഖ്യാപിച്ച പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലായിട്ടില്ല. SPT പദ്ധതി, അമൃത് പദ്ധതി, നബാർഡ് പദ്ധതി, വടക്കാഞ്ചേരി പുഴ, ബൈപ്പാസ്, മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡ് നവീകരണം, വടക്കാഞ്ചേരി ടൗൺ ഹാൾ, പ്രളയം തകർത്ത റോഡുകളുടെ നിർമ്മാണം, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, വയോജന പാർക്ക്, ശുചിത്വ മിഷൻ, ഗ്രാന്റ് പെരുപ്പിച്ചു കാണിക്കൽ, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി നിരവധി പദ്ധതികൾ കടലാസിലാണ്. മാസ്റ്റർ പ്ലാനിന്റെ തുടർ പ്രവർത്തനം ബഡ്ജറ്റിലില്ല. തികച്ചും നിരാശാജനകമായ ഈ ബജറ്റിൽ ജനകീയ ആവശ്യങ്ങൾ ഒന്നും ഇല്ലാത്തതിനാൽ പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു. ബഡ്ജറ്റിൽ പറഞ്ഞ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും ബഡ്ജറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടില്ല. ഇതിന്റെ കൂടെ പ്രോജക്ട് പദ്ധതി കൂടി വന്നാൽ അത് പൂർണ്ണമാവുള്ളൂ. നിർവഹിക്കാൻ ആവശ്യമായ പണം ഇതിനകത്തില്ല. ആദ്യത്തെ അനിൽ കിഷോർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 150 കോടി രൂപ കിഫ്ബിയുടെ പദ്ധതികളായിരുന്നു. നഗരസഭ നേരിട്ട് നടത്തുന്ന പദ്ധതികൾ അല്ലെങ്കിൽ നഗരസഭയുമായി ചേർന്ന് നടത്തുന്ന പദ്ധതികൾ എവിടെയാതൊക്കെ? കിഫ്ബിയുടെ മസാല ബോണ്ടും ബോണ്ടയും ഒക്കെ ഇംഗ്ലണ്ടിലൊക്കെ പോയി ഉണ്ടാക്കിയതാണോ? എവിടെയാ മസാല ബോണ്ട് വഴി കിട്ടിയ കാശ്? മാർക്കറ്റുകൾ, ഇലക്ട്രിക് ശ്മശാനങ്ങൾ എന്തൊക്കെയായിരുന്നു? 10,000 ശവമായി എന്ന് പറഞ്ഞ പോലെ അതൊന്നും ഈ നഗരസഭയിൽ കാണാനില്ല. ഒരുപാട് പദ്ധതികളോടെ തുടങ്ങി കിടക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ ശ്മശാനങ്ങൾ ഇപ്പൊ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾക്കാരുണ്ടോ എടുത്തുകൊണ്ട് എവിടെയോ വിട്ടിട്ട് ഞാനാണ് ചെയർമാനെ വിളിച്ചു പറഞ്ഞ പോലീസിൽ പരാതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അത് ഒരു നാഥനും കളരിയും ഇല്ലാതെ അതൊക്കെ ഓരോരുത്തരും എടുത്തുകൊണ്ടുപോയി ഇരുമ്പ് കച്ചവടക്കാർ വിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ തവണ MLA തള്ളിയത് AC കോളേജ് തുടങ്ങുന്നു. അത് ഈ വർഷത്തെ ബഡ്ജറ്റിലില്ല, ഇത് സംസ്ഥാന ബഡ്ജറ്റിലില്ല. പിന്നെ MLA സ്വന്തമായ നഴ്സിംഗ് കോളേജ് അവിടെ തുടങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ കഴിഞ്ഞ മുൻകാലങ്ങളിലെ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങി വെച്ച വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ്, മാർക്കറ്റുകൾ, ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അതിന് കിഫ്ബിയുടെ കാശ് വരുന്നു. ഇപ്പൊ ചില കൗൺസിലർമാരെ കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്താണ്. നിങ്ങൾ പൊളിക്കേണ്ടി വരും. ഇപ്പൊ ഇതിന്റെ കിഫ്ബി അടുത്ത വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്, ഉടൻ തന്നെ ഇവിടെ വരും, നിങ്ങളെയൊക്കെ പൊളിച്ച് ഉടൻ തന്നെ മാറ്റും എന്നൊക്കെയാണ് കൗൺസിലർമാർ പറയുന്നത്. ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് മാത്രമല്ല അറിയുള്ളൂ. പിന്നെ മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റിൽ ഒന്നും പറയുന്നില്ല. മാസ്റ്റർ പ്ലാനുമായി ഈ ബഡ്ജറ്റ് യാതൊരു ബന്ധവുമില്ല. വടക്കാഞ്ചേരി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ ഈ നഗരസഭ വരുന്നതിന് മുമ്പാണ് അതിന്റെ ഒരു പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ അന്നത്തെ വൈസ് ചെയർമാൻ ഇതൊന്നും ഈ പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടാക്കിയാൽ നന്നാവില്ല എന്ന് പറഞ്ഞ് വലിയ ഏജൻസികൾ, അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിച്ചു പോയി. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും സംഭവിക്കില്ല. വീണ്ടും പ്ലാനിംഗ് ബോർഡിലേക്ക്, പ്ലാനിംഗ് ഓഫീസിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പദ്ധതി തയ്യാറാക്കി. അതിനകത്ത് പ്രതിപക്ഷം വെച്ച ഭേദഗതികൾ ആദ്യം അംഗീകരിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ എതിർത്തു. വീണ്ടും അത് അംഗീകരിക്കാൻ തയ്യാറായി, ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി. കഴിഞ്ഞ വർഷം അംഗീകരിച്ചു, അനുമതിക്ക് കൊടുത്തു. നഗരസഭയിലെ ഏക BJP കൗൺസിലറും ബജറ്റിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. നമ്മുടെ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ കേരളത്തിൽ? അത് ഇങ്ങനെ വികസനം നടന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മാത്രമല്ല, ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പല ഫണ്ടുകളും വേണ്ട രീതിയിൽ ചെലവാക്കുകയോ അതുപോലെ തന്നെ കണക്കുകൾ കൃത്യമായി കൊടുക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടേക്ക് വേണ്ട ഫണ്ട് തരാത്തത്. അപ്പോ ആദ്യം കണക്കുകൾ കൃത്യമാക്കിയാൽ വേണ്ട ഫണ്ടുകളൊക്കെ ഇവിടേക്ക് എത്തുന്നതാണ്. പിന്നെ സുരേഷ് ഗോപി പിന്നെ പറയാതിരിക്കില്ലല്ലോ, സുരേഷ് ഗോപി മറിച്ച് പറയാൻ പറ്റില്ലല്ലോ. സത്യം പോലെ പറയണം. നിങ്ങൾ പറയുന്നത് എപ്പോഴും കേട്ടിരിക്കാണെന്ന് നല്ല കാര്യമല്ലോ. പിന്നെ നമ്മുടെ ഈ സ്ഥലം വീടും ഇല്ലാത്തവർക്ക് നമ്മുടെ വലിയ ഫണ്ട് പോലെ സ്ഥലം കൊടുത്തതിൽ, അതേപോലെ ടീച്ചർ പേര് വെളിപ്പെടുത്താത്ത ഒരാളുണ്ട്, അവർക്ക് എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ മാലിന്യത്തിന്റെ ഏറ്റവും ദോഷം അനുഭവിക്കുന്ന ഒരു ഡിവിഷനാണ് എന്റെ ഡിവിഷൻ. കാരണം മറ്റുള്ള ഡിവിഷനിൽ വൃത്തിയാവുമ്പോൾ എന്റെ ഡിവിഷൻ വൃത്തികേടാവുകയാണ്. അതിനും ഒരു നടപടി ഉണ്ടാവണം.
2-3 മാസം ഈച്ച ശല്യം ഉണ്ടാവില്ല, പിന്നെയും അത് രൂക്ഷമാകും. അവിടെയുള്ള ആൾക്കാർ ഇനി എന്താ ചെയ്യണ്ടേ എന്നറിയാത്ത ഒരവസ്ഥയിലാണ്. പിന്നെ AI ക്യാമറയ്ക്ക് 2 ലക്ഷം രൂപ വകയിരുത്തി എന്ന് പറഞ്ഞു. അത് നല്ല കാര്യം തന്നെ. ആദ്യം തന്നെ കുമ്പളങ്ങാട് കൊണ്ടുവയ്ക്കുക. കാരണം എല്ലാ കക്കൂസ് മാലിന്യങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത്. ഉള്ള മാലിന്യങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുമ്പളങ്ങാട് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ക്യാമറ ഞാൻ കുറെ കാലമായിട്ട് പിന്നെ നടത്തുന്ന ക്യാമറ വെക്കുമോ? കാരണം ഈ മാലിന്യങ്ങള് എവിടെ ആരെ കൊണ്ടുവരണമെന്ന് പിടിച്ചാലേ പിന്നെയുള്ള ആൾക്കാർ ചെയ്യാതിരിക്കുള്ളൂ. അത് കക്കൂസ് മാലിന്യങ്ങളാണ്. ഇവിടെ റീച്ച് കഴിഞ്ഞാൽ വന്നിട്ട് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ അതിന് മുകളിൽ കൊണ്ടിടുന്നല്ലാതെ ഒരു നടപടിയും അതിനെ പറ്റിയിട്ടുണ്ടായിട്ടില്ല. VCV ന്യൂസ് വടക്കാഞ്ചേരി.